ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ മലയാളി എൻജ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണിത്, ഇത് നല്ലൊരു ഷാമ്പു സജസ്റ്റ് ചെയ്യാമോ എന്ന്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും പറയുന്നതാണ്. ഷാമ്പു ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും ഷാമ്പു സെലക്ട് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹെയർ ടൈപ്പ് ഏതാണെന്ന് അറിയണം. നോർമൽ ആണോ, ഡ്രൈ ആണോ എന്നൊക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മളെ ഹെയറിലെ പ്രോബ്ലം എന്താണെന്ന്. ഒന്ന് ഡാൻഡ്രഫ് ആണോ, ഹെയർ ഫോൾ ആണോ, ഡാമേജ്ഡ് ഹെയർ ആണോ, ഫ്രിസി ഹെയർ ആണോ, അങ്ങനെയല്ല. ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് പലർക്കും അറിയില്ല. എനിക്കൊരു 2-3 വർഷം മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. സ്കാൽപ്പ് ടൈപ്പ് ഏതാണെന്ന് അറിയണം. ഡ്രൈ സ്കാൽപ്പ് ആണോ, നോർമൽ ടൈപ്പ് ആണോ, ഓയിലി സ്കാൽപ്പ് ആണോ എന്നല്ല. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഷാമ്പു സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് പേര് അഡ്വർടൈസ്മെന്റ് കണ്ടും ചില ഇൻഫ്ലുവൻസർമാർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യുന്ന ഓരോ ഷാമ്പുവും ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യും. ചിലർക്ക് വർക്കാവും, മറ്റു ചിലർക്ക് ഉള്ളത് കൂടെ പോകും. ഞാനും ഈ 3 കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ഒരുപാട് ഷാമ്പു മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. 10-20ഓളം ഷാമ്പു. എന്റെ ഹെയറിനത് ഓക്കെ ആയിരുന്നെങ്കിലും സ്കാൽപ്പിന് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. നൈറ്റ് ഒന്നും ഉറങ്ങാൻ പറ്റൂല. തലയാണെങ്കിൽ ചൊറിഞ്ഞ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. എന്റെ തലയിൽ ഡാൻഡ്രഫോ ലൈസോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. തല ഭയങ്കര ചൊറിച്ച്. അങ്ങനെ ഞാൻ ഒരുപാട് ഷാമ്പു മാറ്റി മാറ്റി യൂസ് ചെയ്തു. എന്നിട്ടും നോ രക്ഷ. അങ്ങനെ ഞാൻ DIYs ഒക്കെ ചെയ്യാൻ തുടങ്ങി. കേർഡും ലെമണും കൂടെ മിക്സ് ചെയ്ത് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഓക്കെ ആയിരുന്നു, എല്ലാം ഈ ചൊറിച്ചിലൊക്കെ മാറി. പക്ഷെ പിന്നെയും 2 ഡേയ്സ് കഴിഞ്ഞപ്പോ ഇത് തന്നെയായിരുന്നു പ്രോബ്ലം. അതെന്താണ് കാര്യം എന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റേത് ഡ്രൈ സ്കാൽപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ചില ഷാമ്പൂസ് ഒന്നും സ്യൂട്ട് ആവാത്തതും തല ഡ്രൈ ആയിട്ട് ഇച്ചിങ് വരുന്നതാണ്. അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് ഒരു ഷാമ്പു വാങ്ങി. ഇത് ഡ്രൈ സ്കാൽപ്പിനും ഉള്ള ഷാമ്പു ആണ്. വാങ്ങി യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. ഞാൻ 3 വർഷം കൊണ്ട് ഇപ്പൊ ഈ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ ഷാമ്പു ഏതാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഏതൊക്കെ ഹെയർ ടൈപ്പിന് ഏതൊക്കെ ഷാമ്പു യൂസ് ചെയ്യാം, ഡാമേജ്ഡ് ഹെയറിന് ഏതൊക്കെ ഷാമ്പൂസ് ബെസ്റ്റ് ആണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.